നമസ്കാരം. കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി. കാരണം നമ്മുടെ കേരളത്തിലെ നിരവധി നാട്ടുകാർക്ക്, നമ്മുടെ കേരളത്തിലെ നിരവധി ജനങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3-3.5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ലൈഫ് പദ്ധതി പ്രകാരമുണ്ടായ ഏറ്റവും വലിയ നേട്ടം. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ തലയിൽ പൊൻതൂവൽ കൂടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ സർക്കാർ അതിനുവേണ്ടി വീണ്ടും വിധം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വീണ്ടും ലൈഫ് പദ്ധതി അല്ലെങ്കിൽ ഇത് എങ്ങനെ ചർച്ചയിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ PMAY പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ പണം തരുന്നത് കൊണ്ട് തന്നെ MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ സാധാരണക്കാർ വയ്ക്കുന്ന വീടുകളിൽ അവരുടെ ചിത്രം, അതായത് PMAYയുടെ ലോഗോ പതിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ഇനി പിന്നെ വേറൊരു സ്ട്രക്ചറിങ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിങ്. അതായത് ഇനിയിപ്പം നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കയ്യിൽ വേണമെന്നില്ല. അപ്പം നേരത്തെ കൊടുത്തിരുന്ന 72,000 രൂപയായിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി ഈ 72,000 രൂപ കൊടുക്കുന്ന കേന്ദ്ര സർക്കാരാണ് നമ്മുടെ വീടുകളിലേക്ക് PMAY ലോഗോ പതിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വന്നത്. എന്നാൽ അന്നത്തെ സർക്കാർ പക്ഷേ ഒത്തിരി ചങ്കൂറ്റമുള്ള സർക്കാരായിപ്പോയി. അപ്പോൾ ആ സർക്കാർ പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല, ഞങ്ങളുടെ ആൾക്കാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമവും ഇവിടുത്തെ വീടുകളിൽ പതിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കാശ് തരില്ല എന്നായി. പിന്നെ ഞങ്ങൾ വെച്ചു കൊടുത്തോളാം എന്നായി സർക്കാർ. ഇതാണ്. അപ്പം അത് പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. അപ്പം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒന്നാണ് ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനുവേണ്ടി കിടപ്പാടം ഒരുക്കി കൊടുക്കുമ്പോൾ അതിൽ വേറൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് മുഖ്യമന്ത്രി എടുത്തിരുന്നു. എന്നാൽ അന്ന് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുണഭോക്തൃ വിഹിതം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു പദ്ധതി ലഭിക്കുന്ന ആളെയാണ് ഗുണഭോക്താവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഗുണഭോക്താവിന് ഒരു വിഹിതം എടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി നടത്തിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഒരു ഗുണഭോക്തൃ വിഹിതം ഈടാക്കാതെ നടക്കുന്ന ആണ് ഈ പറയുന്ന ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞാൽ. ഈ പദ്ധതി ഇപ്പോൾ UDF സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ നമ്മുടെ പിണറായി വിജയൻ്റെ ഒരു ഇത്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഈ സർക്കാർ UDF സർക്കാർ മന്ത്രിസഭാ തീരുമാനത്തിലൂടെയാണ് ഇത് തകിടം മറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ കേന്ദ്ര ബ്രാൻഡിങ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെയാണ് കിടക്കുന്നത്. എന്നാൽ UDF സർക്കാർ ഇത് വന്നിട്ട് ചെയ്ത പരിപാടി എന്താ, നിങ്ങളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഗുണഭോക്താക്കളായിട്ടുള്ളവരുടെ വീടുകളിൽ, ഈ ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായുള്ള വീടുകളിൽ ഈ പറയുന്ന ലോഗോ പതിപ്പിക്കാം. കാര്യം ആ ലോഗോ പതിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം അത് പതിപ്പിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലെ ലൈഫ് PMAY പദ്ധതി പ്രകാരം ഒരു വീടിന് ലഭിക്കുന്ന 4 ലക്ഷം രൂപയിൽ ഇതിലെ കേന്ദ്ര വിഹിതം 1.5 ലക്ഷം രൂപ എന്നുള്ള നിലയിലായിരുന്നു. ആ ഗുണഭോക്താവിന് 1 രൂപ പോലും അന്ന് സ്വന്തം കയ്യിൽ നിന്ന് മുടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറയുന്ന അതിൽ 2.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരും പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി നൽകുക, ഇങ്ങനെയൊരു പ്രോജക്റ്റായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ പുതുക്കിയൊരു തീരുമാനം, അതായത് ഗുണഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ പോലും ചിലവാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ലൈഫ് പദ്ധതി. എന്നാൽ ഇത് മാറിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഒന്നാമത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിലവിൽ തത്വത്തിലുള്ള പണം പോലും അവർക്ക് ലഭിക്കുന്നില്ല. അതായത് അവരുടെ വിഹിതം പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കുന്നില്ല. അപ്പം ഈ സ്ഥാപനങ്ങളുടെ വിഹിതം വെട്ടിക്കുറച്ചു. പകരം പദ്ധതി തുകയുടെ 25%, ആ പദ്ധതി തുക 4 ലക്ഷം രൂപയാണ് ഒരു വീടിന് ചിലവാകുന്നതെങ്കിൽ അതിൻ്റെ 25% എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപ വരും. ഈ 1 ലക്ഷം രൂപ ഗുണഭോക്താവ് തന്നെ കണ്ടെത്തേണ്ടി വരും. ഫലത്തിൽ പറഞ്ഞാൽ ഈ പാവങ്ങൾക്ക്, ഭവനരഹിതരായ പാവങ്ങൾക്ക് 3 ലക്ഷം രൂപ മാത്രമേ ഇനി ലൈഫ് പദ്ധതി വഴി ലഭിക്കുകയുള്ളൂ. അതായത് 1 ലക്ഷം രൂപ കയ്യിലുള്ളവർക്ക് മാത്രമേ ഇനി മുതൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സ്വാഭാവികമായി ഗുണഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതിയാവും. ഇവിടെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ സർക്കാർ എങ്ങനെയായിരുന്നു ഇവിടെ ലൈഫ് പദ്ധതി നടപ്പിലാക്കിയതെന്നും വീടുകൾ വെച്ച് നൽകിയതെന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഈ 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുകയും വേണം, അതായത് ഗുണഭോക്താക്കൾ കൊടുക്കുകയും വേണം. അതോടൊപ്പം PMAYയുടെ ലോഗോയും ബ്രാൻഡിങ് കൂടി ഈ വീടുകളിൽ ഉണ്ടാവണം. ഈ ബ്രാൻഡിങ് വരുമ്പോഴുള്ള പ്രശ്നം എവിടെയാണെന്നറിയോ? ഇപ്പം
അവിടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ വീട് വെക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഒരു 13 വയസ്സുണ്ടെന്ന് വിചാരിക്കും. ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ, 5-6 വർഷം കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു വിവാഹാലോചന വരും. അപ്പോൾ വിവാഹാലോചന വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും ആ വീട്ടിലേക്ക് ഒരു ചെറുക്കൻ വരുമ്പോൾ വരുമ്പോൾ കാണുന്നത് എന്താണ്? നെറ്റിക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, വീട്ടിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് PMAY ലോഗോ. ആ ലോഗോ ഒട്ടിച്ച് വെച്ചിരിക്കുക. സ്വാഭാവികമായും അവിടെ വന്നു കഴിയുമ്പോൾ ഈ പെൺകുട്ടിയൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. സാധാരണഗതിയിൽ വീട് ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ ലൈഫ് മിഷൻ വഴി കിട്ടിയ വീടാണല്ലേ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വീടാണല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അത് സ്വാഭാവികമായി ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെയൊക്കെ ഒരു ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നൊരു കാര്യം കൂടി തന്നെയാണ്. പലപ്പോഴും അതിൽ ഒരുപക്ഷെ തെന്നി മാറാനുള്ള സാഹചര്യം കൂടി അവിടെ നമുക്ക് കരുതേണ്ടി വരും. അപ്പം അവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, വെറും 1.5 ലക്ഷം രൂപ കൊടുക്കുന്ന സർക്കാരിന് അവിടെ ലോഗോ പതിപ്പിക്കണം എന്നുള്ളതാണ്, ചാപ്പ കുത്തുക എന്നുള്ളതാണ്. ഈ ചാപ്പ കുത്താൻ എന്തിനാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അനുമതി കൊടുക്കുന്നത്? അപ്പം 1 ലക്ഷം രൂപ കൊടുക്കുന്ന, 1 ലക്ഷം രൂപ നൽകുന്ന ഗുണഭോക്താവിൻ്റെ വിലയില്ലാതാക്കിക്കൊണ്ട് ഒരു 50,000 രൂപ കൂടുതൽ കൊടുക്കുന്നു എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കരുത് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട്. അതങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കേന്ദ്ര നിലപാടിനെ എതിർക്കുന്നതിന് പകരം അതിനെ പിന്തുണയ്ക്കുകയോ അതിനോടൊപ്പം നിലനിൽക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യം, 450 കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ഇത് ലഭിക്കാനുള്ളത്. അപ്പോൾ 450 കോടി രൂപ എന്ന് പറയുന്ന കേന്ദ്രവിഹിതം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഇങ്ങനെ ഒരു നീക്കുപോക്കിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത് അപഹാസ്യകരമായ തീരുമാനമാണ്. അപ്പോൾ ഈ പറയുന്ന സംസ്ഥാന സർക്കാരും പ്രാദേശിക സർക്കാരും ചേർന്നിട്ട് കഴിഞ്ഞ തവണ ഏകദേശം 5 ലക്ഷം രൂപ, 5 ലക്ഷത്തിലേറെ വീടുകൾ അവിടെ കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി പ്രകാരം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവകാശപ്പെടുന്നൊരു കാര്യം, അതിൽ 3,72,000 വീടുകളും പരിപൂർണമായും സംസ്ഥാന സർക്കാരും പ്രാദേശിക സർക്കാരും, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നിർമ്മിച്ചു കൊടുത്തതാണ്. അതിൽ ഏകദേശം ഇവയ്ക്ക് ലഭിച്ചിരിക്കുന്ന കേന്ദ്രവിഹിതം എന്ന് പറഞ്ഞാൽ 0 എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നിലവിൽ അവരുടെ PMAY നഗരം പദ്ധതി അതായത് അർബൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന വെറും 93,600 വീടുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന 1.5 ലക്ഷം രൂപ വീതം ലഭിച്ചത്. ഇനി അതല്ല, ഇനി മറ്റൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ PMAY ഗ്രാമപ്രദേശങ്ങളിൽ നിർമ്മിച്ചു നൽകിയ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 34,600 വീടുകൾ. അതായത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർബൻ ഏരിയയിൽ വെക്കുന്ന വീടുകൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് 1,50,000 രൂപയും ഈ ഗ്രാമപ്രദേശങ്ങളിൽ PMAY പദ്ധതി പ്രകാരം 72,000 രൂപയും മാത്രമാണ് നൽകുന്നത്. അപ്പം ഇവിടെ ഗ്രാമപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിച്ച വീടുകൾക്ക് ആകെ 34,600 വീടുകളാണ് നിർമ്മിച്ചത്. അതിൽ 72,000 രൂപ വീതമാണ് കേന്ദ്ര സഹായം ലഭിച്ചത്. അപ്പം ഈ 2 വിഭാഗങ്ങളിലും 4 ലക്ഷം രൂപ തികയാൻ ആവശ്യമായ ബാക്കി തുക മുഴുവനായി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, 4 ലക്ഷം എന്ന് പറയുന്നതിനകത്ത് 1.5 പോയിട്ട് ബാക്കി വരുന്ന ഏകദേശം 2.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കണം. സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന അർബൻ പ്രദേശങ്ങളിൽ വീട് വെച്ചതുമായി ബന്ധം. റൂറലിലാണ് ഈ പറയുന്ന 72,000 രൂപയുടെ ബാക്കി 4 ലക്ഷം തികയാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാന സർക്കാർ ബാക്കി തുക എടുക്കേണ്ടി വരും. ഇവിടെ ബാക്കി വരുന്ന തുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എടുക്കേണ്ടി വരുന്നു. അപ്പം ഇപ്പോൾ ചെയ്തത് എന്താ? ഈ ഇത്രയും തുക മാത്രം നൽകുന്ന, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ 72,000-ഉം നഗരപ്രദേശങ്ങളിൽ 1.5 ലക്ഷം രൂപയും തരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചാപ്പയടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തീരുമാനമാണ്. അതിനെ നിശിതമായി വിമർശിക്കുകയും പുച്ഛിച്ച് തള്ളുകയും ചെയ്യുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇതെല്ലാം നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത ഒരു നേതാവ് തന്നെയായിരുന്നു പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.